ഇനി അവർ വരുമെന്ന് തോന്നുന്നില്ല. നേരം 5:30. ഏതായാലും ഞാനൊന്ന് ടെലിഫോൺ ചെയ്തു. നോ, വേണ്ട. ജസ്റ്റ് എ ട്രയൽ. Yes, Devi here. ഡോക്ടർ മേനോൻ സ്പീക്കിംഗ് ഫ്രം മിസ്റ്റർ ശ്രീകുമാർസ് ഫ്ലാറ്റ്. നിങ്ങൾ 5 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തത്? ഞാൻ വരാമെന്ന് പറഞ്ഞില്ല, എന്നോട് വരണമെന്ന് പറഞ്ഞു. അയാളുടെ സൗകര്യത്തിന് വരാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ സമയമായി. ഷൂട്ടിംഗ് നടത്തണമെങ്കിൽ ഉടനെ ഇവിടെ വരണം. മേനോൻ സാറേ, ഈ ബന്ധം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ ആരുമില്ലായിരുന്നു. കറക്റ്റ്. അതുകൊണ്ട് ബന്ധം തീർക്കാനും നിങ്ങൾ തന്നെ വരണം. എന്താ എന്റെ ബന്ധം തീർക്കാൻ ഇത്ര തിടുക്കം? മിസ്റ്റർ ശ്രീകുമാർ രക്ഷപ്പെടണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതോ നിങ്ങളുടെ പെങ്ങളെ കൊണ്ട് കെട്ടിക്കാൻ ഉദ്ദേശമുണ്ടോ? മിസ്റ്റർ കുമാർ, നാം നിയമോഷം തേടുന്നതും നന്നായിരിക്കും. എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണ്. എന്താ കുമാർ ഒന്നും ഉണ്ടാത്തത്? കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ ഉത്തമം വാചാലമായ മൗനമാണ്. ശ്രീകുമാർ, സാഹസം ഒന്നും കാട്ടരുത്. ധൈര്യമായിരിക്കും. എല്ലാം നമുക്ക് ചിരിച്ചുകൊണ്ട് നേരിടാം. കുട്ടിക്ക് ക്ഷമിക്കണം. ഓ, സാരമില്ല. ഇത്തരം അനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്. കഴുകനെ ഇവിടെ വെക്കാം. ഇനി അതിനെ കൊന്നില്ലെങ്കിൽ അച്ഛനെ മോനെയും കുത്തും. അച്ഛൻ തരുവാനെ അയ്യോ. Thank you.
അടിച്ചാൽ എന്റെ കയ്യിൽ നിന്ന്. സ്കോപ്പ് പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോടി മോളെ. ശ്രീകുമാരന്റെ ഒരു വശമേ നീ കണ്ടിട്ടുള്ളൂ. ഇതാ മറുവശം നീ കണ്ടോ? നരകത്തിൽ ഒരു 70mm പടം എടുക്കുന്നുണ്ട്. അതിലെ നായികയായിട്ട് നിന്നെ അയക്കാം. രക്ഷപ്പെട്ടുവെന്ന് ധരിക്കരുത്. നീ പ്രസവിച്ച എന്റെ മകൻ എനിക്കൊരു ദൗർബല്യമായി പോയി. ഇതിൽ ഒരു ഗോലിയേ ഉള്ളൂ. 2 ഗോലിയും നിറച്ചുകൊണ്ട് ഞാൻ വരും. കാവലുമായി കാത്തിരുന്നു. നീ പറയുന്ന മാതിരി ഒന്നുമല്ല. അവൻ മറവിളകിന് ഇറങ്ങുന്ന ഒറ്റയാന. സൂക്ഷിക്കണം. ഒറ്റയാനെ ഒതുക്കാൻ ഞാൻ മതി. അവരല്ലേ അവിടെ? കക്ഷി വന്നിട്ട് പോയോ? ചുമ്മാ ഇരിടും. തന്റെ ഒരു കക്ഷി. ഞാൻ പോയി നോക്കിയിട്ട് വരാം. താനെവിടെ ഇരിടോ പൊട്ടക്കണ്ണ? നാണു, വണ്ടി ഇറക്ക്. കൊന്നു? അത് വേണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഏതായാലും ചത്തവൻ ചത്തു. കടലിൽ തള്ളാൻ പറ. വേണമെങ്കിൽ ഞാനും പോകാം. നിനക്ക് വേണ്ടി. എന്തു പറ്റിയിരുതി? ഞാൻ കുമാരനെ സ്വപ്നം കണ്ടു. എന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ വരുന്നത് പോലെ. നിന്റെ മനസ്സിൽ നിന്നും ആ പേടി വിട്ടുമാറിയിട്ടില്ല. അതാണ് കാര്യം. നീ ധൈര്യമായിരിക്കും. നിനക്ക് ഞാനില്ലേ? മുണ്ട
ഇവന്റെ അച്ഛനോട് ഇത്ര പുച്ഛം? ആദ്യം നീ താഴെ ഇറങ്ങി വാ. നിങ്ങൾ എന്തിനു ഇവിടെ വന്നു? ആ തിരുമുഖം കൺകുളിർക്ക കാണാൻ. ഓ, ഇവനിപ്പോഴും ഇവിടാണോ താമസം? Correct. നിനക്ക് പറ്റിയത് ഇവൻ തന്നെ. ചേരേണ്ടടത്ത് തന്നെ ചേർന്നു. ഇടൂ പരമുള്ളേ, താൻ അപ്പുറത്തോടെ പോയിരിക്കും. എനിക്ക് ഇവരോട് സംസാരിക്കണം. എന്റെ വീട്ടിൽ കയറി വന്ന് ഇത് പറയാൻ താൻ ആരാ? നിന്റെ വീട്? ഈ വീട് നിന്റേതല്ല, നിന്റെ അച്ഛൻ്റെതല്ല, ഇവന്റേതുമല്ല. ഈ വീട് ശ്രീകുമാറിന്റെ വീടാണ്. പ്രസംഗിക്കാതെ ഇറങ്ങി പോണം. വീട്ടിൽ വരുന്നവരോട് ശൗര്യം കാണിക്കുന്നത് നായ്ക്കളുടെ സ്വഭാവമാണ്. ആ, നീ നായേക്കാൾ നാറിയ. നിന്നോട് അധികം സംസാരിക്കാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ഞാൻ വന്നത് ഈ കുഞ്ഞിനെ ഇവന്റെ അച്ഛന്റെ കുടുംബത്തെ എത്തിക്കണം. ഇവൻ ഇവിടെ വളരാൻ പാടില്ല. ഇവനെ പ്രസവിച്ചത് ഞാനാ. ഇയാളാരാ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ? അഹങ്കരിക്കാതടി. അഴക അനുഗ്രഹമാണ്. അത് പുരുഷന്മാരെ കൈമാറാനുള്ള ഉപാധിയാക്കി മാറ്റരുത്. അനാവശ്യം പറഞ്ഞാൽ വിവരം അറിയും. കുട്ടിക്കൊടുപ്പുകാരന്റെ വെപ്പാട്ടി. നീയോ ഞാനോ വിവരം അറിയുന്നതെന്ന് താമസിയാതെ അറിയും. കുമാരന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആളില്ലെന്ന് നീ ധരിക്കരുത്. അണ്ണാ, ഞാൻ പറയുന്നത് കേട്ടില്ലേ? മോനെ, അങ്ങോട്ട് പോട്ടെ. മോനെ എത്താനടുത്ത് എത്തിക്കൊള്ളു. പണം വേണം. 25,000 രൂപയ്ക്ക് എങ്ങനെയാണോ പണം എടുക്കുന്നത്? കഥ വേണ്ടേ? എന്തിനു സിനിമയ്ക്ക് എന്തിനാ കഥ? അങ്ങോട്ട് മാറി നിൽക്കട. എന്ത് നഷ്ടം വന്നാലും ഉടനെ നമുക്കൊരു സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങണം. ആ ഖാദർ കുറെ പണം തരുമല്ലോ നമ്മൾ ചോദിച്ചാൽ. നിന്റെ ബാങ്ക് ബാലൻസ് എന്തുണ്ട്? 10,000 റുപ്പീസ് കാണും. ഒരു ചെക്ക് എഴുതി തരൂ. ആ, ഇവന്റെ അച്ഛന്റെ LIC പണം കിട്ടിയില്ലേ? അടുത്ത ആഴ്ച കിട്ടും. കഴിഞ്ഞ മാസം എടുത്ത 75,000 എന്ത് ചെയ്തു? ആർട്ടിസ്റ്റുകൾക്ക് അഡ്വാൻസ് കൊടുത്തത് നിനക്കറിയില്ലേ? എന്താ കണക്ക് ചോദിക്കുകയാണ്? എന്താ ഇങ്ങനെ പറയുന്നേ? ഇനി ഈ പത്രങ്ങളിലെല്ലാം നീ ഉൾപ്പെടണം. എന്തിന്? ഇടി മണ്ടി പെണ്ണ്, നിന്റെ പേരിലല്ലേ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുന്നത്.